തെലുങ്ക് നടൻ കോട്ട ശ്രീനിവാസ റാവു അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘനാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെ ഹൈദരാബാദിലെ വസതിയിലായിരുന്നു അന്ത്യം. അക്ഷിത PS ഉണ്ട് വിവരങ്ങളുമായി നമുക്കിപ്പം. അക്ഷിത, എങ്ങനെയായിരുന്നു അന്ത്യം? അദ്ദേഹം ദീർഘനാളായി അസുഖബാധിതനായിരുന്നു. എന്താണ് വിവരങ്ങൾ? സേതുലക്ഷ്മി, തെലുങ്കിൽ മാത്രമല്ല തെന്നിന്ത്യൻ ചലച്ചിത്ര മേഖലയ്ക്കാകെ അല്ലെങ്കിൽ ചലച്ചിത്ര പ്രേക്ഷകർക്കാകെ ഒരു അത്രയും പ്രിയപ്പെട്ട മുഖം അല്ലെങ്കിൽ പരിചിതമായ മുഖം, അതാണ് കോട്ട ശ്രീനിവാസ റാവു. അദ്ദേഹം അന്തരിച്ചിരിക്കുന്നു. ദീർഘനാളായി അദ്ദേഹം ഈ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യമുണ്ടാവുന്നത്. ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലുള്ള ഫിലിം നഗറിലെ വീട്ടിൽ തന്നെയായിരുന്നു അന്ത്യമുണ്ടായത്. ഏകദേശം 750-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം. തെലുങ്കിൽ മാത്രമല്ല തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി തുടങ്ങിയ എല്ലാ ഭാഷകളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. തമിഴിൽ അദ്ദേഹം പ്രധാനപ്പെട്ട നിരവധി ചിത്രങ്ങളിൽ തമിഴിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, വില്ലനായിട്ട് തിളങ്ങി അതേസമയം തന്നെ സഹനടനായിട്ടും സ്വഭാവ നടനായിട്ടും എല്ലാം അഭിനയിച്ച് കഴിവ് തെളിയിച്ച ഒരാളാണ് അദ്ദേഹം. 1978 പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം പ്രണം ഖരീദു ആണ് കോട്ട ശ്രീനിവാസ റാവുവിൻ്റെ ആദ്യ സിനിമ. പിന്നീട് അദ്ദേഹം ആഹാന പെല്ലൻ്റെ പ്രതിഗതന, ഗൈദി നമ്പർ 786, ശിവ, യമലീല, സൺ ഓഫ് സത്യമൂർത്തി, ഇതെല്ലാം തെലുങ്കിലെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഹിറ്റ് സിനിമകളായിരുന്നു. തമിഴിൽ നമ്മുടെ വിക്രത്തിൻ്റെ സാമി എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത്. അതിനുശേഷം തമിഴിലെ പ്രധാനപ്പെട്ട നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ശകുനി, സത്യം, അങ്ങനെയുള്ള ചിത്രങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു. മലയാളത്തിൽ മമ്മൂട്ടി നായകനായ ദി ട്രെയിനിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. അതിലെ യോഗേഷ് തിവാരി എന്ന പ്രധാന കഥാപാത്രമായിട്ട് എത്തിയിരുന്നു. അതും ഏറെ ശ്രദ്ധേയമായിരുന്നു. വില്ലൻ മാത്രമല്ല, വില്ലനായിട്ടായിരുന്നു ഏറെ അറിയപ്പെട്ടിരുന്നെങ്കിലും സ്വഭാവ നടനും അതുപോലെ തന്നെ സഹനടനുമായി അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട്. 2015 പത്മശ്രീ നൽകി അദ്ദേഹത്തെ രാജ്യം ആദരിച്ചിരുന്നു. ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ ബഹുമതി 9 തവണ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ രാഷ്ട്രീയത്തിലും അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട്. BJPയുടെ MLA ആയിരുന്നു. വിജയവാഡ ഈസ്റ്റിൽ നിന്നുള്ള MLA ആയിരുന്നു. 1999 മുതൽ 2004 വരെ. ശരി അക്ഷിത, ഓക്കെ. അപ്പോൾ നമുക്കൊക്കെ വളരെ സുപരിചിതനായ നടനാണ്. നമ്മൾ ഒരുപാട് സിനിമകളിൽ ഈ മുഖം കണ്ടിട്ടുമുണ്ട്. കോട്ട ശ്രീനിവാസ റാവു അദ്ദേഹം അന്തരിച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു അക്ഷിത PS.